ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചില്ലി പോലെ ഒരു ചക്ക ചില്ലിയാണ്. അപ്പോൾ എല്ലാവരും ചിക്കൻ ചില്ലിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ചിക്കന് പകരം നമ്മൾ ചക്ക വെച്ചിട്ട് എങ്ങനെയെന്ന് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിത് അങ്ങനെ ഇടിച്ചൊക്കെ നന്നാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുളഞ്ഞൊക്കെ ആദ്യം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. എല്ലാം ഒരേ സൈസിൽ വേണം, നല്ലോണം ഒരുപോലെ വെന്ത് കിട്ടും. നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നമുക്കെല്ലാം അങ്ങനെ ഇതേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക ചില്ലിക്കുള്ള ഇടിച്ചക്ക അങ്ങനെ ചെറുതായിട്ട് ചെറിയ സൈസിലായിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കടലമാവ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, കറിവേപ്പില, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, ചിക്കൻ മസാല. ഇതൊക്കെയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് എല്ലാ ഈ മസാലകളും ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരി ചില്ലി മുളക് എന്നല്ല എടുത്തിട്ടുണ്ട്, സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒക്കെ ഇതിന് അളവൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനും പിന്നെ മസാലയൊക്കെ എത്ര മേടിച്ചാൽ അത്ര ഇട്ടാൽ മതി. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കടലമാവ്, കോൺഫ്ലവർ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മുട്ട ചേർക്കാം എന്നുള്ളവർക്ക് ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല ഇവിടെ. ഇത് നമ്മൾ മുളക് പൊടി കാശ്മീരി അല്ലാത്തതുകൊണ്ടാണ് കളറില്ലാത്തത്. നമ്മൾ സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കളർ വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. നമുക്ക് ഈ മസാല ഒക്കെ എന്തൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചക്ക ചില്ലി അങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക ചില്ലി വറുക്കാനുള്ള എണ്ണ അങ്ങനെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഒന്ന് അതിലിട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മസാല അടിയിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം.
അപ്പോൾ നമ്മൾ ചിക്കൻ ചില്ലി പോലെ ഒരു ചക്ക ചില്ലിയാണ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് അലങ്കരിച്ചെടുക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് മക്കളെയും കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. കണ്ണ പറന്ന് നോക്കിയൊക്കെ ടേസ്റ്റിന് എങ്ങനെയുണ്ടൊക്കെ. എങ്ങനെയുണ്ട് കണ്ണ? ഇറച്ചി പോലെ ഉണ്ടോ? എന്തിന്റെ ഇറച്ചി? അടിപൊളി അടിപൊളി ടേസ്റ്റ് ഉണ്ടോ പാറു? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.